പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങണമെന്നൊരു മൈൻഡ് തോന്നിയപ്പോൾ ഞാൻ ആരെ വിളിക്കും കൂടെ കൊണ്ടുപോകാനായിട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഫെമീനെ വിളിക്കാമെന്ന് തോന്നി. അങ്ങനെ ഫെമീനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു അതിനെന്താ പോവാലോ എന്ന്. അതിന് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെന്താ എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ലക്കിയല്ലേ. അങ്ങനെ ഫെമീനയും ഞാനും കൂടി മൂവാറ്റുപുഴ ഒന്ന് കറങ്ങിയതിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബസ്സിനാണ് വന്നേ. ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് കയറി, ഫെമി അവളുടെ സ്റ്റോപ്പിൽ നിന്ന് കയറി. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തി. ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഉണ്ണീസ് റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ബിരിയാണി ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഞാനും ഫെമിയും ഫ്രണ്ട്സ് ആകുന്നത് ഞങ്ങൾ BEdന് പഠിച്ച സമയത്താണ്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഞങ്ങൾ വരാറ്. പിന്നെ വെള്ളിയാഴ്ചകളിൽ മിക്കവാറും ബിരിയാണിയും കഴിക്കും. അങ്ങനെ ഉണ്ണീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ BEd കാലഘട്ടത്തിൽ മറക്കാനാവാത്തൊരു സ്പോട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മൂവാറ്റുപുഴ മുകളിലെത്തി. മുകളിൽ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി ഇതൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ നടന്നു. അതും ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് നടക്കാനാണെങ്കിലും ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് നമുക്കിങ്ങനെ വിവരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഇനി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വെറുതെ ഒന്ന് വർത്താനം പറയുമോ, വെറുതെ ചായ കുടിക്കാനോ, ഒന്ന് വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒരു കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നോക്കൂ. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡൊക്കെ സെറ്റായി. ഭയങ്കര ഒരു എനർജി ആയിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള കുറേ കൂട്ടുകാരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തുന്നത് നമുക്കെപ്പോഴും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവട്ടെ. സന്തോഷത്തോടെ ഇതുപോലെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പണ്ടൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും വാങ്ങിക്കുക, എനിക്കെന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഡ്രസ്സ്, ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കെന്നുള്ള മൈൻഡായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം മാറി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, എന്തെങ്കിലും പാത്രമൊക്കെ കാണുമ്പോൾ അതിങ്ങനെ വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെ കണ്ടാലും നമ്മൾ വീട്ടിലേക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങിച്ചിട്ട് വരും. പക്ഷെ പറയുമ്പോൾ എന്താ, പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചിലവാന്ന് പറയും. പക്ഷെ വാങ്ങുന്ന ഐറ്റംസിൻ്റെ സാധനങ്ങൾ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതെല്ലാം വീട്ടിലേക്കുള്ള ഐറ്റംസാണ്. അപ്പം ആണുങ്ങൾ പറയുമ്പോൾ പൊതുവെ അങ്ങനെയായിരിക്കും പറയുക. നമ്മളുടെ ലൈഫിൽ ഈ പെൺകുട്ടികളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വലിയൊരു ചേഞ്ചായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫെമിയായിട്ട് സംസാരിക്കുമ്പോഴും അവളും പറയും, ഇപ്പോൾ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സെയിം ഫീലിംഗ് തന്നെയാണ് അവർക്കും ഉള്ളത്. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. അപ്പോൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവർക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്താണ് ഇഷ്ടം, മക്കൾക്ക് എന്താ ഇഷ്ടം, അവർക്കുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ഒരു ദിവസം ചെയ്യാറുള്ളത്? അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ വോയിസ് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് നമുക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കണം, അരമണിക്കൂറെങ്കിലും നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കണം എന്നൊക്കെ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കുന്ന വഴി തന്നെ ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിൽ കുറേ
ഫേസ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു വീഡിയോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എണീക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു ടൈമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഫുഡിന് എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്കിഷ്ടമുള്ള യൂട്യൂബിലെ വീഡിയോസ് കാണാനായിട്ട് ഞാൻ ടൈം മാറ്റി വയ്ക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇതാരും എന്നാൽ നീ ഇത്ര ടൈം ഉണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആരും നമുക്കൊന്നും തരാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് എന്താ നമുക്ക് ഒരു ഗുണമുള്ളത്? ഓക്കെ, അപ്പോൾ എൻ്റെ കുഞ്ഞി അഡ്വൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.